ഹായ് ഗൈസ്. സോ നിങ്ങൾ എന്നെ ഇങ്ങനെ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും എന്ത് പറ്റി ഇന്ന് മേക്കപ്പ് ഒന്നും ഇല്ലേ? അതെ, ഇന്നത്തെ ടോപ്പിക്കും അത് തന്നെയാണ്, മേക്കപ്പ് ട്യൂട്ടോറിയൽ. സോ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മേക്കപ്പ് എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ മുഖത്തെ ഓരോ എന്താ പറയാ, കണ്ണായാലും മൂക്കായാലും ചുണ്ടായാലും അതിനെ എൻഹാൻസ് ചെയ്യാനാണ്. അല്ലാണ്ട് അത് വേറൊരു ഷേപ്പിലേക്ക് കൊടുത്താൽ അല്ലെങ്കിൽ വേറൊരാളായിട്ട് തോന്നിക്കുന്നത് മേക്കപ്പ് എന്ന രീതിയിൽ ഞാൻ ഇന്നേ വരെ എന്താ പറയുക യോജിക്കുന്നില്ല. സോ ഞാൻ ബേസിക്കലി എന്നെ എന്താ പറയുക സംബന്ധിച്ചിട്ട് മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ആ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മേക്കപ്പ്. അല്ലാതെ കറുത്ത ആളെ വെളുപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക വെളുത്ത ആളെ ഇച്ചിരി കോണ്ടോ ചെയ്യുക, തടിച്ച നമുക്ക് നമ്മളെങ്ങനെയാണോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു മേക്കപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്നത്തെ മേക്കപ്പ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നാച്ചുറൽ വേ ടു ലുക്ക് ഗുഡ്. ചില മേക്കപ്പ് ഇടണം വേണം, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചില ആൾക്കാരുണ്ടാവും റൈറ്റ്. എനിക്ക് അങ്ങനെ കുറേ മേക്കപ്പ് ഇടുന്ന ഇഷ്ടമൊന്നുള്ള ആളല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എക്സ്പെഷ്യലി ഉള്ള ഒരു ട്യൂട്ടോറിയലാണിത്. നമുക്ക് ഒത്തിരി മേക്കപ്പ് ഇടണ്ട, എന്നാൽ മേക്കപ്പ് ഇട്ട പോലെ തോന്നിക്കും വേണം, എന്നാൽ അതൊരു നാച്ചുറൽ ലുക്കാവും വേണം, റൈറ്റ്. സോ ആ ഒരു ലുക്കിലേക്ക് നമുക്ക് പോവാം. സോ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഇതാ ഇങ്ങനെ എൻ്റെ കയ്യിലുള്ളത് ലഷ് വേദയുടെ റോസ് വാട്ടറാണ്. സോ ഈ റോസ് വാട്ടർ വെച്ചിട്ട് ഞാൻ ആദ്യം എൻ്റെ ഫേസ് ഒരു കോട്ടൺ എടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്യും. എപ്പോഴും നമ്മൾ നമ്മുടെ ഫേസ് എപ്പോഴും നന്നായി ക്ലീൻ ചെയ്യണം, മേക്കപ്പ് ഒക്കെ എന്താ പറയുക ചെയ്യുന്നതിന് മുമ്പ്. സോ ദിസ് ക്യാൻ ഹെൽപ്പ് ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ് എല്ലാം ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളിങ്ങനെ ക്ലെൻസ് ചെയ്യുന്നത്. സോ എപ്പോഴും മേക്കപ്പ് ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിലും കൂടി ബേസിക്കലി നിങ്ങൾ എന്ത് മേക്കപ്പ് ആണോ അപ്ലൈ ചെയ്യുന്നത് അതിലൊക്കെ അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡ് ആവുന്ന പോലെ തോന്നും നമുക്ക്. അപ്പം നാച്ചുറലി നമുക്ക് എന്താ പറയുക ലുക്ക് ഗുഡ് ആവും വേണം, പക്ഷെ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്ത പോലെ അങ്ങനെ തോന്നാനും പാടില്ല, എന്നാൽ എൻഹാൻസ് ചെയ്ത പോലെ ഇരിക്കണം. നമ്മൾ എന്താ പറയുക ഒരു പ്രസന്റബിൾ ആയിരിക്കും. സോ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്ലെൻസ് ചെയ്തു ഫേസ്. അടുത്ത സ്റ്റെപ്പാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സിറമാണ്, വേദിക് ലൈനിൻ്റെ ഒരു സിറം, നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാവെൻഡർ സിറം. ഈ സിറം ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് കയ്യിൽ ഞാൻ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഉപ്പി കൊടുക്കുന്നു. ബിക്കോസ് എപ്പോഴും മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു സിറമോ അതെല്ലാം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സോ അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. സോ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇടേണ്ട ഒരു സാധനമാണ് പ്രൈമർ. ഇപ്പം മോയ്സ്ചറൈസർ ഉള്ള ആൾക്കാർ അതിട്ടാൽ മതി, പ്രൈമർ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇത് പ്രൈമർ. സോ ഇൻസൈഡിൻ്റെ പ്രൈമറാണ്. ഞാനത് ഇത്തിരി എൻ്റെ കയ്യിലേക്ക് എടുത്തു. ഞാൻ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാം വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ പാം എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണേ. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഇവിടെയും തൊട്ടിട്ടുള്ള പാം ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. സോ ജസ്റ്റ് ഡാബ് ചെയ്യുക. ഈ പ്രൈമറിന്റെ മെയിൻ എന്താ പറയാ ഇത് തന്നെ നമ്മുടെ പോസ് ഒക്കെ അവർ മോസ്റ്റ്ലി നമ്മുടെ കവർ ചെയ്യുമ്പോൾ ഒരു മോയ്സ്ചറൈസ് ഫീലിംഗ് കിട്ടും. ഇപ്പൊ തന്നെ നമുക്കൊരു ഗ്ലോ, ഒരു മോയ്സ്ചറൈസ് ഫീലിംഗ് കിട്ടും. സോ അങ്ങനെ നമ്മൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ ബേസ് അപ്ലൈ ചെയ്യും. സോ നിങ്ങളുടെ കയ്യിൽ BB ക്രീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. സോ ഫൗണ്ടേഷൻ എപ്പോഴും വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഡാർക്കർ സ്കിന്നുള്ള ആളാണെങ്കിൽ 1 ഷെയ്ഡ് ഡാർക്കർ, ഒത്തിരി ഡാർക്ക് അല്ല, ജസ്റ്റ് 1 ഷെയ്ഡ് ഡാർക്കർ, അല്ലെങ്കിൽ ലൈറ്റർ സ്കിൻ ആണെങ്കിൽ 1 ഷെയ്ഡ് ലൈറ്റർ അങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ. സോ ഇതാണ് ഇൻസൈഡിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത് അൾട്രാ തിൻ സെക്കൻഡ് സ്കിൻ എന്ന് പറയും, ലോങ്ങർ ഫൗണ്ടേഷനാണ്. സോ ഞാൻ ഇത്തിരി എടുക്കുന്നുള്ളൂ, ഞാൻ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല. സോ ജസ്റ്റ് pumping it up. എൻ്റെ സ്കിന്നോട് എത്ര നൈസ് ആയിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. വി വിൽ നെവർ ഫീൽ ഓൾസോ അത് എൻ്റെ ഒരു
സ്കിന്നല്ല, അല്ലെങ്കിൽ ഞാനൊരു ഫൗണ്ടേഷൻ ഇടുകയാണ് നിങ്ങൾക്ക് ഇതാക്കുക, ഒരു ബ്രൈറ്റ്നെസ് ആണ് ഈ ഒരു ഏരിയനേക്കാൾ ഇച്ചിരി ബ്രൈറ്റ്നെസ് ആണ് ഇതാക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കൂടെ അപ്ലൈ ചെയ്യാം. എടുക്കുവാണ്. ഒരിക്കലും മേക്കപ്പ് എപ്പോഴും ഓവർ ആവരുത്. നമ്മുടെ മേക്കപ്പ് എപ്പോഴും ഒരു മിനിമം ലെവലിൽ വേണം നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും. ഓക്കെ, സോ നമ്മുടെ ബേസ് ഡൺ. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ എന്താ പറയുക, മാറ്റ് പോർലെസ് ഫിറ്റ് മീയുടെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ കോമ്പാക്ട് പൗഡർ. ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷാണ് ഞാൻ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് കണ്ണിൻ്റെ ഇവിടെയാണ് ആദ്യം ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഡാർക്ക്നെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ യൂസ് എ കൺസീലർ, എൽസ് സ്കിപ്പ് ദാറ്റ് വൺ. കൺസീലർ അങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പഞ്ച് കിട്ടത്തില്ല, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. സോ ഡൺ. നിങ്ങളുടെ ഫേസ് ഇത്തിരി ഹെവി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് ലൈറ്റ്, ഞാനിതാണ് യൂസ് ചെയ്യുന്നത്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കോൺട്രാസ്റ്റ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ, ഇവിടെ നിന്ന് എക്സാക്ട്ലി ഇവിടെ നിന്ന് ഒരു ലൈൻ, അതേപോലെ ഇവിടെ നിന്ന് വേറെ ലൈൻ, അങ്ങനെ നമുക്ക് കൊണ്ടത് ബ്രഷ്, ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. കണ്ടില്ലേ ഒരു ഷേപ്പ് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ചിസിൽഡ് ആയിട്ട് തോന്നണമെന്നെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് ദിസ് ഏരിയ. കുറച്ച് മാത്രം, ഒത്തിരി ഓവർ ആക്കരുത് നമ്മൾ. നമ്മുടെ ഈ ഏരിയ ഒക്കെ ജസ്റ്റ് സെയിം ബ്രഷ് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാം. സോ നമ്മുടെ ഒരു ഫേസിൽ ഒരു ചിസിൽഡ് പോലെ ഒരു ഷേപ്പ് വന്നു, ഒരു ഇതൊരു കർവ്, ഒരു എന്താ പറയുക, അപ്പോൾ നമുക്ക് തോന്നി ഇപ്പോൾ നേരത്തേനെക്കാട്ടി നമ്മൾ ഇച്ചിരിയും കൂടെ ഫേസ് ഇത്തിരി. അപ്പോൾ ഒത്തിരി നമ്മൾ മേക്കപ്പ് വലിക്കരുത്, വലിച്ച് ഇടരുത്, അതാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്തത് ഞാൻ നമ്മുടെ കണ്ണിൻ്റെ നോക്കാം. കണ്ണാണ് ദ മെയിൻ കാര്യം. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ലാക്മേയുടെ ബ്രൗൺ കളർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് എഴുതുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഐ ഷെയ്ഡ് അപ്ലൈ ചെയ്യും. സോ ഈ ബ്രൗൺ കളറാണ് ഞാൻ എപ്പോഴും ഒരു നാച്ചുറൽ മേക്കപ്പിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാനൊരു ബ്രൗൺ കളർ വെച്ചിട്ട് നന്നായി എഴുതും. എന്നിട്ട് മെല്ലെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ബ്രഷിനെക്കാട്ടിലും മോസ്റ്റ്ലി ഞാൻ എൻ്റെ ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. സോ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി. അടുത്തത് ഞാൻ എനിക്ക് മേക്കപ്പിൻ്റെ മൂക്ക മിക്സ് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക സീരീസാണ്. സോ ഈ ഇതിനകത്ത് ഷെയ്ഡ്സ് മുഴുവൻ ബ്രൗണിൻ്റെ ഒരു ഇതായിരിക്കും. ഒരു ബ്രഷ് യൂസ് ചെയ്യാം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഒരു, ഇഫ് യു ഹാവ് എ ബ്രഷ് ലൈക്ക് ദിസ് യു ക്യാൻ യൂസ് ദിസ് വൺ. സോ ഐ ആം ജസ്റ്റ് യൂസിങ് ദിസ് കളർ. അടിഭാഗത്ത് ഇടും. ഇനിയിപ്പോൾ നമ്മൾ മോൾ ഭാഗത്ത് നമ്മൾ എഴുതുന്നതിന് മുമ്പേ ഇത്തിരി ഐ ഷാഡോ ഇടാം. ഞാൻ യൂസ് ചെയ്യുന്ന സെയിം കളർ ഐ ഷാഡോ ആണ് ദിസ് വൺ. ഈ കളർ എപ്പോഴും ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് തരും. ഐലിഡ്സ്,
ഐഷാഡോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വിടാം കൈ വെച്ചിട്ട്. നെക്സ്റ്റ് അഗെയിൻ സോ നമ്മുടെ കണ്ണിൻ്റെ ഏകദേശമായി. ഇനി ക്രിസ് ഏരിയയിൽ, കണ്ണിൻ്റെ ക്രിസ് ഏരിയയിൽ നമുക്ക് ഈ വൈറ്റ് കളർ അപ്ലൈ ചെയ്യാം. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി എടുത്തിട്ട് ആൻഡ് നമ്മൾ നേരത്തെ എടുത്ത അതേ ബ്രഷ് എടുത്ത് ഇപ്പം ഇതിൻ്റെ തുമ്പത്ത് ഇവൻ നമ്മുടെ ഇപ്പം പുരികമില്ലേ, അതിന് നമ്മൾ ഇത്തിരി ഡാർക്ക്, ഇതേ ഡാർക്ക് ഐ ഷാഡോ എടുത്തിട്ട് നന്നായിട്ട് ഇത് ഇങ്ങനെ ഒരു, ഇഫ് യു ഹാവ് സംതിങ് ലൈക്ക് ദിസ് ജസ്റ്റ് യൂസ്, ഇങ്ങനെ ഷേപ്പായ അതേ കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ ഒന്നും വെച്ചിട്ട് എഴുതണ്ട. നമ്മുടെ അതേ സെയിം അതേ വെച്ചിട്ട്, അതേ ബ്രൗൺ കളർ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിലും ഒരു ഡാർക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ എൻ്റെ അടുത്താണ് ഞാനിതിൽ ന്യൂഡ്സ് ഉണ്ട്, അണ്ടർ ദ സീ എനിക്കിടെ സം ജസ്റ്റ് യൂസിങ് ഇറ്റ്. ഈ ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ. ഈ ഒരു കളർ കാണുന്നില്ല, ഇച്ചിരി ഓറഞ്ചിഷ് പോലത്തെ. സോ വി ആർ ഹാഫ് ഡൺ. അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇനി അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെർഫെക്റ്റ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് കളർ കണ്ടുപിടിക്കണം, റൈറ്റ്? സോ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യണ്ടേ, അതാണ് അടുത്ത മെയിൻ കാര്യം. സോ ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനത്തെ പൗഡർ ബ്ലഷ് ഇഷ്ടമല്ല. സോ ഞാൻ ഗ്ലാമിൻ്റെ ടിൻറ്റ് ടപ്പ്, അതിന് ഈ എന്ത് കളർ, ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ ദ കളർ ഒരു പീച്ച് കളറാണിത്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് അപ്ലൈയിങ്. നമുക്ക് ഒരു ജസ്റ്റ് ഒരു പ്ലംപി, ഒരു എന്താ പറയുക, ഒരു റിഫ്രഷിങ് ചീക്കിൻ്റെ പോലെ തോന്നും അല്ലേ? സോ അവിടെ മാത്രമല്ല ഇവിടെ ഇച്ചിരി, പിന്നെ ഓൺ യുവർ നോസിൻ്റെ ഭാഗത്ത് ഈ ഏരിയ, പിന്നെ ഇച്ചിരി ഫോർഹെഡിലും ഇച്ചിരി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം സിമെട്രിക്കലി ഇങ്ങനെ. സോ ഒരു എന്താ പറയുക, ഒരു റെഡ് ഒരു ബ്ലഷിയായി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് യു നീഡ് എ ബിറ്റ് മോർ എന്താ പറയുക, ഒരു ഇത് വേണമെങ്കിൽ നോ ബ്ലഷി എന്താ പറയുക കവളായി. സോ ചീക്സ് എല്ലാം ഇങ്ങനെ ബ്ലഷി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും വാവ്, അങ്ങനെ വിചാരിക്കും അല്ലേ? സോ അടുത്ത് നമുക്ക് ഈ ഹൈലൈറ്റേഴ്സ് ഇല്ലേ, എപ്പോഴും ഭയങ്കര ശ്രദ്ധിക്കണം, ഒത്തിരി വാരി എടുത്ത് അങ്ങ് അടിക്കരുത്. സോ ഐ എം യൂസിങ് സ്വിസ് ബ്യൂട്ടിയുടെ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഹൈലൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഗ്ലോയി ടച്ചിന് വേണ്ടി മാത്രം ഞാൻ ഏറ്റവും ലൈറ്റ് ഷെയ്ഡാണ് എടുക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഞാനിങ്ങനെ ഇതില്ലെങ്കിൽ, ഇതുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. ജസ്റ്റ് ദിസ് ഏരിയ ഹൈലൈറ്റർ എപ്പോഴും എവിടെയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ നമ്മുടെ ഏത് ഭാഗത്താണോ
ലൈറ്റ് റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ ആ ഏരിയയിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, മീൻസ് കൂടുതലെന്നല്ല, നോർമലി ഹൈലൈറ്റേഴ്സ് ഇടും. സോ ഡൺ. ഇനി നമുക്കൊരു ലൈറ്റ് ലിപ്സ്റ്റിക് എടുക്കാം. അപ്പോൾ മൈ ഗ്ലാമിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് ഇത്. നമ്പർ ഇസ് 22 സ്മാഷ്. ഞാനതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. സോ ഒരു ഓറഞ്ചിഷ് ലിപ്സ്റ്റിക് ആണിത്. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് യൂസ് യുവർ ഫിംഗേഴ്സ്. ഏതൊക്കെ ഭാഗങ്ങൾ ഇതാവുമ്പോഴല്ലേ അവിടെ ഇവിടെയൊക്കെ പോകും. സോ ജസ്റ്റ് അപ്ലൈ ദ ലിപ്സ്റ്റിക്. ഞാൻ ഇപ്പോഴും 2 ലിപ്സ്റ്റിക്ക് ബ്ലെൻഡ് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ ആം ഓൾവേസ് ബ്ലെൻഡ് 2 ലിപ്സ്റ്റിക്. ഓക്കെ, സോ ഐ എം യൂസിങ് എന്താ പറയുക, മേബ്ലൈൻ്റെ ന്യൂഡ് നുവാൻസ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡും കൂടിയാണ് ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഐം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ഔട്ട്. ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ എപ്പോഴും എനിക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾവേസ് മിക്സ് ഇറ്റ് അപ്പ് വിത്ത് 2. സോ അങ്ങനെ ഞാൻ 2 ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു പീച്ചി അല്ല, ഒരു റോസ് അല്ല, അങ്ങനത്തെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക ക്ലെൻസ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തു, പിന്നെ നമ്മുടെ എന്താ പറയുക പ്രൈമർ യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് ബേസ് ഇട്ടു, അത് കഴിഞ്ഞ് നമ്മുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോമ്പാക്ട് യൂസ് ചെയ്തു, അങ്ങനെ കോണ്ടോർ ചെയ്തു, ഐ മേക്കപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മുടെ ഐബ്രോസ് ചെയ്തു, ലിപ്സ്റ്റിക് ചെയ്തു, ജസ്റ്റ് ബ്ലഷ് ചെയ്തു, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ചെറുതായി ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ദ സിമ്പിൾ നാച്ചുറൽ മേക്കപ്പ് ഡൺ ആണ്. നമുക്ക് ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഫൈനൽ ലുക്ക്, കണ്ടില്ലേ? സോ ഒന്നും നമ്മൾ നാച്ചുറലായിട്ട് മേക്കപ്പ് ചെയ്ത പോലെ തന്നെയാണ്. ഓവറായിട്ട് പുട്ടിയടിച്ചു അതുപോലെ ഒന്നുമില്ല. നമ്മൾ നല്ലൊരു എന്താ പറയുക ലൈറ്റിലൊക്കെ ഒന്ന് ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഫോട്ടോ എടുക്കാനോ, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട്, ഒരു നോർമൽ ഫോട്ടോഷൂട്ടിനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബ്രഞ്ചിന് പോവാണ് ഒരു മോർണിംഗിൽ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ബ്രഞ്ച് അല്ലെങ്കിൽ ഒരു ലഞ്ച് പാർട്ടി, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മോർണിംഗ് ഔട്ടിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു കാഷ്വൽ ഔട്ടിങ്, അതിനൊക്കെ നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാം. സോ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ എന്നോട് പറയാം എങ്ങനെയുണ്ട് ഈ മേക്കപ്പ് എന്ന്, അല്ലെങ്കിൽ ഈ മേക്കപ്പ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ടെൽ മീ ദാറ്റ് എങ്ങനെയുണ്ട്, ഹൗ ഇസ് ഇറ്റ് ഫീലിംഗ്, ഹൗ ഡു യു ഫീൽ വെൻ യു വെയർ ദിസ് കൈൻഡ് ഓഫ് മേക്കപ്പ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വാരി വലിച്ചിടുന്നതല്ല, നമ്മുടെ മെയിൻ എന്താ പറയുക ഫീച്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുപോലത്തെ രസകരമായ പുതിയ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും ഹെൽത്ത് ടിപ്സ് ആണെങ്കിലും പിന്നെ എന്താ പറയുക മേക്കപ്പ് ട്യൂട്ടോറിയൽസും ആയിട്ട് ഞാൻ ഇനി വരാം. സോ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമാണ്. സോ ഡു സബ്സ്ക്രൈബ്. ആൻഡ് എൻ്റെ ഇൻസ്റ്റ, എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ സോഷ്യൽ മീഡിയയിൽ യു ക്യാൻ ഗെറ്റ് കോൺടാക്ട്. റോഷ്നി നായർ തന്നെയാണ് അതിനകത്തും പേര്. സോ കീപ് ഇൻ ടച്ച് and do drop your suggestions in the comments below, and do pray for me and do support me. Bye.